കുറുക്കനെ മിക്കവാറും വിഷം വെച്ച് കൊല്ലേണ്ടി വരും. നളിനിന്റെ ഉത്തരം കിട്ടിയില്ലല്ലോ. ഇല്ല. ഇതാ ഷബീർ മാഷതാ പോണ, ഒന്ന് ചോദിച്ചാള് വേണമെങ്കിൽ. മാഷേ, ആ എന്തേ പ്രകാശ, ഒന്നും കേട്ട് വരി. എന്തേടോ നിങ്ങളെ കണ്ടിരുന്നേ മാഷേ. അത് ഇന്ന് ഇടച്ചിക്കൂട്ടാ പോണെന്നോണ്ടാ. ഇന്നേ മലയാളത്തിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ചോദ്യം വന്നാണ്. നളിനിയുടെ ഡാഷ് ആണ് കുമാരനാണ്. കുമാരനാന്ന് പറഞ്ഞൊരു പേരുണ്ടോ മാഷേ? കുമാരനാ? എടോ ഇത് കുമാരൻ ആശ എന്നാ. തിരി വിവരമുള്ളവർക്ക് ഇത് മനസ്സിലാവും. ഈ വാട്സപ്പിൽ ഇത് അയക്കുന്ന സമയത്ത് ഷാൻ കട്ടായി പോയതാ, മനസ്സിലായോ? ആ, ഇത് ഉദ്ദേശിക്കുന്നത് നളിനിയുടെ സ്രഷ്ടാവാണ് കുമാരൻ ആശാൻ. അങ്ങനെയാണ്. ഷീബേ, ഇതൊക്കെ നളിനീന്റെ ഭർത്താവല്ല, അച്ഛനാണ് പോലെ സമീർ മാഷ് പറഞ്ഞേ. അച്ഛനോ? മാഷിപ്പോ പറഞ്ഞില്ലേ? എടോ, നളിനി എന്ന് പറയുന്നത് കുമാരനാശന്റെ കവിതയാണ്. ആ കവിതന്റെ രചയിതാവാണ് കുമാരനാശൻ എന്നാണ് ഇതിൽ പറയുന്നത്. അത് ശരി, എഴുതിയത്? ആ, എഴുതിയത്. അങ്ങനെ പറഞ്ഞ പോരെ. വെറുതെ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനേ ഇവന് ഹോംവർക്ക് ഉണ്ടേനി, ദൃഢഗാത്രം 250 പ്രാവശ്യം ചെയ്ത് അത് എഴുതി കൊടുക്കുക. മോന്റെ ഹോംവർക്ക് ഈ എഴുതി കൊടുക്കുക. അല്ല, അന്ന പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീട്ടിൽ നിന്നല്ല, എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ അപ്പം നടക്കുന്നത്. എടോ, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അധ്യാപകരെങ്ങനെ പറ്റിക്കാന്ന്. നിങ്ങൾ യഥാർത്ഥത്തിൽ പറ്റിക്കുന്ന നിങ്ങളെ കുട്ടികളെ തന്നെ. ഈ പരീക്ഷ കോപ്പി അടിച്ച് എഴുതി പാസ്സാകുന്ന മാതിരി തലയിലൊന്നും ഉണ്ടാവില്ല, മനസ്സിലായോ? എനിക്കേ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഞാൻ പോയി വരാം കേട്ടാ. ശരി മാസ്റ്റേ. പ്രകാശ, എന്താ മാഷേ? എന്തേനി? ഇനിയെങ്കിലും ആ SSLC ഒന്ന് എഴുതി പാസ്സാവാൻ നോക്ക്. അതിൻ്റെ താരാറാ ഇതൊക്കെ. പോട്ടെ. ആ